നമസ്കാരം. ഇന്ന് നമ്മൾ സങ്കല്പമാലിക എന്ന ബുക്കിലെ ബാലസാഹിത്യമാണ്. അതിൽ 21 കഥകളും 11 കവിതകളും ഉണ്ട്. അതിൽ പ്രിയ സുഹൃത്തും എഴുത്തുകാരിയുമായ സ്വപ്ന ശശിധരൻ എഴുതിയ കേനുവിൻ്റെ പ്രതികാരം എന്ന കഥയാണ് പറയണത്. വലിയൊരു വീടിന് മുകളിലാണ് കുറച്ച് ദിവസങ്ങളായി കേനു എന്ന ചുവപ്പ് കടന്നലിൻ്റെയും കൂട്ടരുടെയും താമസം. റാണിയും മറ്റുള്ളവരും കൂടി നിർമ്മാണവുമായി തിരക്കിലാണ്. അവർ താമസിക്കുന്ന വീടിന് മുന്നിലായി ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങളിൽ കണ്ടുവരുന്ന ചെറുപുഴുക്കളെയും ഈച്ചകളെയും ഒക്കെയാണ് കേനുവും കൂട്ടരും ആഹാരമാക്കിയിരുന്നത്. അതല്ലാതെ പൂക്കളിലെ തേൻ കുടിക്കാനും അവൾക്ക് ഇഷ്ടമായിരുന്നു. കൂട്ടിലെ മറ്റുള്ളവർക്കുള്ള ഭക്ഷണം കണ്ടെത്തുക എന്നതാണ് അവളുടെ ജോലി. മിക്കപ്പോഴും അടുത്തുള്ള വീട്ടിലെ പൂന്തോട്ടങ്ങളിലും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചാണ് അവൾ മറ്റുള്ളവർക്ക് ആഹാരം തേടി പോകാറുണ്ടായിരുന്നത്. ആഹാരം കണ്ടെത്താനുള്ള യാത്രക്കിടയിൽ അവൾ വാലാട്ടികളെയും പ്രാവുകളെയും മറ്റും ഒക്കെ കാണാറുണ്ട്. അവരൊക്കെ കൂട്ടുകൂടാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ വീടിൻ്റെ മുകളിൽ തുണി ഉണങ്ങാനിടുന്ന സ്ഥലത്താണ് അവൾ ഉൾപ്പെടെയുള്ള ചുവന്ന കടന്നലുകളുടെ കൂട്ടം താമസിക്കാനായി കണ്ടെത്തിയത്. പതിവ് പോലെ ഭക്ഷണ ശേഖരണത്തിനായി ഇറങ്ങിയതായിരുന്നു കേനു. അപ്പോഴാണ് ആ വീടിൻ്റെ ഭാഗത്തായി 2 പ്രാവുകൾ ബഹളം വയ്ക്കുന്നത് അവൾ കണ്ടത്. കേനുവിൻ്റെ സുഹൃത്തുക്കളായ കെൻറ്റും ലിറ്റിയും എന്നീ പ്രാവുകളാണത്. അല്ല ചങ്ങാതിമാരെ, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്? കേനു പ്രാവുകളോട് ചോദിച്ചു. എന്ത് പറയാനാ കേനു, ഞങ്ങളൊരു കൂടുണ്ടാക്കാനുള്ള ശ്രമത്തിനായിരുന്നു. ചെടികളുടെ ഉണങ്ങിയ കമ്പുകളും കുറച്ച് നൂൽക്കമ്പിയും ഒക്കെ ശേഖരിച്ചതാ ഇവിടെ ഒരുക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത്. ആ വീടിൻ്റെ 1-ാം നിലയിലെ ബാൽക്കണിയോട് ചേർന്ന മൂല കാണിച്ചുകൊണ്ടാണ് ലിറ്റി കേനുവിനോട് പറഞ്ഞത്. ആ മൂലയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ലിറ്റി പറഞ്ഞ ഒരു സാധനവും കേനു കണ്ടില്ല. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. കേനു, ഈ വീട്ടിലെ ചേച്ചി സാധനങ്ങളൊക്കെ താഴേക്ക് തട്ടിക്കളഞ്ഞു. അതൊന്നും തന്നെ ഇനി ഞങ്ങളുടെ കൂടെ ഒരുക്കാൻ ഉപയോഗപ്പെടില്ല. കെൻറ്റ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. കേനുവിന് വളരെയധികം സങ്കടം തോന്നി. പാവം പ്രാവുകളുടെ ശ്രമം വിഫലമായിരിക്കുന്നു. ഇനി എത്ര മെനക്കെട്ടാലാണ് അത്രയും സാധനങ്ങളൊന്നും ഒരുമിച്ച് കൂട്ടാനാവുക? അവൾക്ക് ആ വീട്ടുകാരോട് ദേഷ്യം തോന്നി. ഈ മനുഷ്യർ ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവുന്നത് എന്തിനാണ്? അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഭക്ഷണം തേടി യാത്രയായി. അന്ന് ഭക്ഷണം കണ്ടെത്തിക്കൊണ്ട് വന്ന ശേഷം കൂട് നിർമ്മാണത്തിന് റാണിയെയും മറ്റുള്ളവരെയും സഹായിക്കാൻ കേരു തീരുമാനിച്ചു. ആ വീട്ടിലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് അവർ കൂടുണ്ടാക്കാൻ ഇടം കണ്ടെത്തിയത്. കേനുവും മറ്റ് ജോലിക്കാരായ കടന്നലുകളും നാരുകളും ഉമിനീരും ചേർത്ത് കൂടിൻ്റെ നിർമ്മിതി അതിവേഗത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഭൂമികുലുക്കം പോലെ എന്തോ അനുഭവപ്പെട്ടത്. കേനുവും കൂട്ടരും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുമ്പേ ഒരു ചെടിയുടെ ഉണങ്ങിയ കമ്പ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കേനു കണ്ടു. അതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു മനുഷ്യൻ്റെ കൈയും ഉണ്ടായിരുന്നു. ചുവപ്പ് കടന്നലുകൾ പൊതുവേ ഭയങ്കര ദേഷ്യക്കാരാണ്. അവരുടെ കൂടിന് നേരെ ഉപദ്രവമായി ആര് വന്നാലും അവർ ഓടിച്ചിട്ട് കുത്തുകയാണ് ചുവന്ന കടന്നലുകളുടെ ശീലം. ഇതായിരിക്കുമോ നേരത്തെ കെൻറ്റ് പറഞ്ഞ ആ സ്ത്രീ? കേനു ഒന്ന് ആലോചിച്ചു. ആ ആലോചനയ്ക്കൊടുവിൽ ശരം വിട്ടതുപോലെ അവൾ പുറത്തേക്ക് പറന്നു. ആ സ്ത്രീയുടെ കയ്യിൽ 2 ഇടത്തായി ഓരോ കുത്തു കൊടുത്തു. അയ്യോ അമ്മേ! ആ സ്ത്രീ കൈ കുടഞ്ഞു കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് ഓടി. കേനുവിന് സന്തോഷമായി. അവൾ ഒട്ടും താമസിയാതെ പുറത്തേക്ക് ചെന്ന് വീടിൻ്റെ മുൻഭാഗത്ത് നോക്കിയപ്പോൾ വിഷണ്ണരായിരിക്കുന്ന കെൻറ്റിനെയും ലിറ്റിയെയും അവൾ കണ്ടു. ചങ്ങാതിമാരെ, നിങ്ങൾ കൂടുണ്ടാക്കാനുള്ള സാമഗ്രികൾ തട്ടിക്കളഞ്ഞ ആ സ്ത്രീ ഞങ്ങളുടെ കൂടിന് നേരെയും വന്നു കേട്ടോ. ആണോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കെൻറ്റും ലിറ്റിയും ഒന്നിച്ച് ചോദിച്ചു. എന്താവാനാണ്, ഞങ്ങൾ ചുവപ്പ് കടന്നലുകൾ പൊതുവേ ഭയങ്കര ദേഷ്യക്കാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരെ പുറത്തേക്ക് ചെന്ന് ഓടിച്ചിട്ട് കുത്തി. അവർക്ക് നല്ല വേദന എടുത്തെന്ന് തോന്നുന്നു. ഓട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കേനുവിൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം. അയ്യോ, നീ അവരെ കുത്തിയോ? അതെന്തിനാ കേനു? പിന്നെ കുത്താതെ എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ കൂടിന് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും ഞങ്ങൾ തിരിച്ചു ആക്രമിക്കും. അത് ഞങ്ങൾ ചുവപ്പ് കടന്നലുകളുടെ പൊതു സ്വഭാവമാണ്, കേനു വീറോടെ പറഞ്ഞു. അല്ല കേനു, നിങ്ങൾ എവിടെയാണ് കൂടുണ്ടാക്കിയിരുന്നത്? കെൻറ്റായിരുന്നു ചോദിച്ചത്. ഞങ്ങൾ ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് കൂടുണ്ടാക്കാൻ ഇടം കണ്ടെത്തിയത്. അത് ശരി. അപ്പോൾ പ്രശ്നം നിൻ്റെയും മറ്റു കടന്നലുകളുടെയും ഭാഗത്തല്ലേ കേനു? മനുഷ്യർ തുണി ഉണക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന യന്ത്രമാണ് വാഷിംഗ് മെഷീൻ. അതിനുള്ളിൽ നിങ്ങൾ കൂടുവച്ചാൽ അവരുടെ കാര്യം കഷ്ടത്തിലാവില്ലേ? ലിറ്റിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ കേനു ലജ്ജിച്ച് തല താഴ്ത്തി. ഇത് സങ്കല്പമാലികയിലെ സ്വപ്ന ശശിധരൻ എഴുതിയ ഒരു കുഞ്ഞു കഥയാണ്. ഇനി നമ്മൾ അടുത്ത കഥകളുമായിട്ട് വരാം. ഇന്ന് ശബ്ദമൊന്നും ശരിയില്ല, എന്നാലും ഒരു കഥ വായിച്ചിട്ടതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് കേട്ടോ.